ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട. അപ്പം നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ വട റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ട ഒരു ഉഴുന്നുവടയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും വേറൊരു കിടിലൻ ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റ് വട ഉണ്ടാക്കുന്നത് അവിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ടൈമൊന്നും കളയാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്നങ്ങ് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് അവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലാണോ ഉള്ളത് അതെടുത്താൽ മതി. ഇനി ഇതൊന്ന് കുതിർക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1.5 കപ്പ് അവിലിന് 1 കപ്പ് വെള്ളം മതി. ഇനി ഇതൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്നങ്ങ് കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം നല്ല കട്ടിയുള്ള അവിലാണെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അവിലായതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണ കുടിക്കാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ എണ്ണ കുടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്നങ്ങ് കുഴച്ചെടുക്കണം. ഇനി ഇതൊന്ന് ടൈറ്റ് ആയിട്ട് വരാനായിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഇത് കുഴച്ചെടുക്കുന്ന ടൈമിൽ ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയുടെ അളവ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇനി 1 കൈപ്പിടി നിറയെ മല്ലിയില. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മല്ലിയിലയുടെ അളവൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇടണ്ട, കുരുമുളക് ചതച്ചതിട്ടാൽ മതി കേട്ടോ, അതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, വട ചെയ്യാനായിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഈ ഒരു മാവിൽ വെള്ളത്തിൻ്റെ അളവ് ഒട്ടും തന്നെ കൂടാൻ പാടില്ല കേട്ടോ. ഇനി ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടാവണേ. ഇനി കൈ ചെറുതായിട്ടൊന്ന് നനച്ച് മാവിങ്ങനെ ബോൾസ് ആയിട്ട് എടുക്കണം. ഇനി ഇത് നമ്മുടെ ചൂണ്ടുവിരൽ ഒന്നങ്ങ് നനച്ച് ഇങ്ങനെ ഒരു ഹോള് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ചൂടോടെ തന്നെ ചായക്കൊപ്പം കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.